ഈശോയിലെ പ്രേമുള്ളവരെ, ഞാൻ കുറേ നാളുകളായിട്ട് ഒരു കാര്യത്തിന് നേരിടുന്നുണ്ട്. പക്ഷെ അത് ഈ അടുത്തായിട്ട് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായി അവളുടെ ലൈഫിൽ. അപ്പം ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. എൻ്റെ ലൈഫിൽ വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഞാൻ സിറ്റിയിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് ഞാൻ വില്ലേജിലേക്ക് പോയപ്പം ആ വില്ലേജിലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോയിൽ. അപ്പോൾ ആ നാട്ടിൻപുറത്തിനെ പരിചയപ്പെടുത്തിയതും നാട്ടിൻപുറത്തിൻ്റെ രീതികളും ശീലങ്ങളും പരിചയപ്പെടുത്തിയതൊക്കെ അവളാണ്. അവളുടെ ഫാമിലിയായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവളൊരു പ്രത്യേകം ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് മരണപ്പെട്ടതെന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവൾ ആത്മഹത്യ ചെയ്തതുകൊണ്ട് കാരണം കൃത്യമായിട്ട് മനസ്സിലായില്ല, ഇതായിരിക്കും എന്ന് ആളുകൾ ഊഹിക്കുന്നു. അവൾ വളരെ യങ് ആയിട്ട്, ഇപ്പോൾ 2-3 വർഷങ്ങളായ അവൾ മരിച്ചിട്ട്. അവൾ മരിച്ചു കഴിഞ്ഞ് ആ ന്യൂസ് ഞാൻ കേട്ട സമയത്ത് എനിക്കെന്തോ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആ സമയത്ത് ഉണ്ടായ പോലെ തോന്നി. ഒരു വല്ലാത്ത ഒരു നെഗറ്റീവ് എനർജി അതെന്നോട് എന്തോ ഒന്ന് എന്നോട് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ. ചിലപ്പം അതെൻ്റെ തോന്നലായിരിക്കും കേട്ടോ, ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ കൊണ്ട് വന്നതായിരിക്കാം. എനിക്കത് അറിയില്ല, അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. കാരണം നമ്മൾ ഫ്രണ്ട്സ് എപ്പോഴും സിമിലർ സ്വഭാവമുള്ളവരായിരിക്കുമല്ലോ. ഫാമിലി ആയിട്ടൊന്നും കണക്ഷൻ ഇല്ലാത്ത ഒരാളായിരുന്നത് കൊണ്ടും അവളുടെ ലൈഫിൽ ഈ സ്നേഹാന്വേഷണങ്ങൾക്ക് പുറകെ പോകുന്ന മനുഷ്യരാണ്. അത് അവൾ മാത്രമല്ല, ആ ഒരു അന്വേഷണം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എന്നെ പോലെ കുറേ മനുഷ്യന്മാരുണ്ട്. അതായത് ഞങ്ങളൊക്കെ പാരൻസായിട്ട് കണക്റ്റഡ് അല്ലാത്തവർ മനുഷ്യരാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു സ്നേഹവും കയറും ഒക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹം നമ്മളെ പലപ്പോഴും വഴിതെറ്റിക്കാനും നമ്മൾ മോശം എന്ന് വെച്ചാൽ അന്ധകാരത്തിലേക്ക് പോകാൻ, അതായത് ഡിസപ്പയർ ആവും നമ്മൾ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്ത അവസാനം നമ്മൾ തന്നെ സ്വയം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പം അതിന് തടഞ്ഞത് യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് അവൾക്കില്ല. അപ്പം ഏതോ ഒരു തരം ഒരു അരൂപിയുടെ അവൾ അക്രൈസ്തവയാണ്, അവൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് യേശുക്രിസ്തു ഉണ്ട്. സോ എനിക്ക് യേശുക്രിസ്തുവിൽ നിന്ന് സ്നേഹവും കരുതലും കരുണയൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു ആത്മീയ ലോകമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആത്മീയ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ എന്തോ ചില സമയങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും അവൾ എൻ്റെ കൂടെ നടക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക, അവൾ ഞാനുമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ നിരന്തരമായിട്ട് സ്വപ്നങ്ങൾ കാണുക. ചില സമയത്ത് എനിക്ക് ചിലപ്പോൾ തോന്നലായിരിക്കാം, എനിക്കറിയില്ല, ഇതെൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ ആയിരിക്കാം. അത് എൻ്റെ അടുത്ത് ഉള്ള പോലെ എനിക്ക് തോന്നുക, ഒരു തരം നെഗറ്റീവ് സ്പിരിറ്റ്. അതുമാത്രമല്ല, അവൾ മരണപ്പെട്ട് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഏകദേശം അവളുടെ ഏതോ ഒരു ആനുവൽ വരുമല്ലോ, വാർഷികം വരുമല്ലോ മരണത്തിൻ്റെ, ആ ഒരു സമയത്ത് ഒരു കാരണവും ഇല്ലാതെ അവളുടെ അനിയത്തിയും അതേ രീതിയിൽ ആത്മഹത്യ ചെയ്തു. പക്ഷെ അത് കുറച്ചും കൂടെ കാരണം എന്താണെന്ന് ഇതുവരെ ആൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ കുറച്ച് വിചിത്രമായ രീതിയിലാണ് ആ ആത്മഹത്യ നടന്നത്. ആ വീട്ടിലെ തന്നെ ഇപ്പോൾ 2 മക്കളും മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇതെല്ലാം എൻ്റെ മനസ്സിനുള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. സോ ഞാനിപ്പോൾ സൈക്കോളജി കൂടെ പഠിക്കുന്നത് കൊണ്ട് എനിക്കിതിനെ കംപ്ലീറ്റ് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ടോ ഒരു അരൂപിയുടെ പ്രവർത്തനമായിട്ടോ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത് ഈ കാര്യത്തിലുള്ള ഏതെങ്കിലും ആത്മീയമായ അത്ര ഉയർന്നവർക്ക് മാത്രം അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. സോ ഇവരെന്നോട് അടുത്ത് പരിചയമുള്ളവരായിരുന്നുകൊണ്ടും എൻ്റെ കയ്യിൽ ചെറുപ്പത്തിൽ ഇവരുടെ കൂടെ നിന്നിട്ടുള്ള ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തോ ഒന്ന് ഞാൻ ഫോളോ ചെയ്യുന്ന പോലെയും എന്തോ ഒന്ന് തന്നെ ഇങ്ങനെ ടെംപ്റ്റേഷൻസിലേക്ക് തള്ളിയിടുന്ന പോലെയും. കാരണം എനിക്കും ഇങ്ങനെ സ്നേഹിക്കപ്പെടാത്ത അനുഭവങ്ങളാണുള്ളത്. അപ്പം ഞാനത് സ്പിരിച്വാലിറ്റിയിലാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു അനുഭവങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി. എനിക്ക് ലോൺലിനെസ് ഉണ്ട്, അറ്റാച്ച്മെൻറ്റ്സ് മനുഷ്യന്മാരായിട്ട് എനിക്ക് ഇമോഷണൽ കണക്ഷൻ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയൊരു അന്വേഷണമുണ്ട്. അപ്പോൾ അത് അവൾ അനുഭവിച്ച അതേ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പം ഇത് എന്നെ ഇങ്ങനെ ഇതാക്കണം. പിന്നെ അത് മാത്രമല്ല, മനസ്സുകൊണ്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് അവളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് മറ്റെല്ലാവരും അവളെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റില്ല. അവൾ ചിലപ്പോൾ എന്തെങ്കിലും സഫർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവൾ ചെയ്ത എന്തെങ്കിലും ഒരു മണ്ടത്തരത്തിൻ്റെ, പിന്നെ അവൾക്കത് തിരുത്താൻ പറ്റിക്കാണില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മറ്റെല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും ആ ഒരു ആത്മാവിനെ ഞാനാണ് പോസിറ്റീവായിട്ട് പറഞ്ഞത്. പക്ഷേ അതുമായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു പ്രസൻസ് എൻ്റെ ഐ ഡോണ്ട് നോ ഇറ്റ്സ് പ്രസൻസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ദുർമരണങ്ങൾ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏത് റിലീജിയനിലാണെങ്കിലും അത് നല്ല കാര്യമല്ല. പക്ഷേ അതിന് അക്രൈസ്തവരാകുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് നമ്മൾ കുർബാന ചൊല്ലിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മാസം കുർബാന, ആഴ്ചയിലൊരിക്കൽ കുർബാന, അങ്ങനെ ആ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി അവർ കാര്യമായിട്ടൊന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്കറിയില്ല, അതൊരു സ്പിരിച്വൽ വേൾഡിൽ നിൽക്കുന്ന കാര്യമാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ താല്പര്യമില്ല. അത് നിങ്ങളെയും അന്ധവിശ്വാസങ്ങളിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോയെന്നിരിക്കും. ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാകുന്നത് കൊണ്ടും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടാവാൻ തുടങ്ങി. അതായത് എനിക്ക് ശരി തെറ്റെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാതെ ചില കാര്യങ്ങളിലേക്ക് എന്തോ ഒന്ന് എന്നെ പുഷ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് അത് ഞാൻ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്.
ഇതൊരു ദൈവത്തിൻ്റെ തന്നെ ഒരു ഇടപെടലാണ്. അങ്ങനെ എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടെംപ്ടേഷനുകളുടെ പവർ കൂടുന്തോറും അതിനെ തടയാനുള്ള സോഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾ അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ ഇട്ട ആ 2 ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം എൻ്റെ തലേന്ന് എന്തോ ഒന്ന് പോയ പോലെ എനിക്ക് തോന്നി. അതായത് ആ 2 ദിവസം എനിക്ക് ക്ലാരിറ്റി കിട്ടി, ഇതൊക്കെ എൻ്റെ റിയൽ അല്ലാത്ത കാര്യങ്ങളാണ്, ഇമാജിനേഷൻസ് ആണ്, ഇതൊക്കെ ടെംപ്റ്റേഷൻസ് ആണെന്നൊക്കെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. പക്ഷെ അതല്ലാത്ത അതിന് മുമ്പുള്ള ദിവസം, അതിന് ശേഷമുള്ള ദിവസം, ആ 2 ദിവസം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ. ആ 2 ദിവസങ്ങളിൽ എനിക്ക് ഇത് മിഥ്യയാണോ ഒറിജിനലാണോ എന്ന് പോലും മനസ്സിലാക്കാത്ത വിധം ഞാൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പം ഞാനൊരു ഇല്യൂഷന് പറയുകയാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സിൽ വേദനകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ ആ വിഷമങ്ങളെ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ മനസ്സ് പല കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്നു വന്ന സമയം നമ്മൾ ഈശോ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഈശോ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് പോവാറായി, അങ്ങനെയൊക്കെ പറയൂലേ. അത് ചിലപ്പം ഒറിജിനൽ സ്പിരിച്വാലിറ്റി ഉണ്ടാവാം. പക്ഷെ ചിലതൊക്കെ നമ്മുടെ മനസ്സ് തളർന്നു പോവാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഡിഫൻസ് മെക്കാനിസമാണ്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാം, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ എനിക്കത് തന്നെ സംശയം, എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു കാര്യം, എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ഞാൻ പിന്നെയും പിന്നെ അതിൻ്റെ പുറകെ പോകുന്ന ഒരു സ്വഭാവം വർഷങ്ങളായിട്ട് എനിക്കില്ല. ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം എനിക്കിങ്ങനെ എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റാറുണ്ട്. പക്ഷെ എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റാത്ത വിധം എന്നെ എന്തോ ഒന്ന് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഏതൊരു മിസ്റ്റേക്സിലും വ്യക്തികളുടെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. എല്ലാം ചെകുത്താൻ്റെ തലയിലിടാനോ നമുക്ക് പറ്റില്ല. എങ്കിൽ തന്നെയും അതിശക്തമായ ടെംപ്റ്റേഷൻസ് തരാൻ മാത്രമാണ് പക്ഷെ അതിന് പറ്റുക. ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ടെംപ്റ്റേഷൻസ് വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഓൾറെഡി റീസൺസും ഉണ്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള. സോ ഈ ടെംപ്റ്റേഷൻസിനോടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു ഞാൻ കുറേ നാളായിട്ട്. ഇപ്പോൾ അത് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സിറ്റുവേഷൻസിനെ മാറ്റി. അതായത് നമ്മളൊരു കാര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻസ് ഒന്നും മാറുന്നില്ല. ഞാൻ എന്നും ചെയ്യുന്ന ഡെയിലി റൊട്ടീൻ തന്നെയാണ് എൻ്റെ. പക്ഷേ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വന്നു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നപ്പോൾ എനിക്കൊരു ദൈവത്തിൻ്റെ കരുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ദൈവത്തിൻ്റെ ഒരു സ്പർശം. അതായത് ഞാനൊരു പുകയിൽ പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഗോഡ് എക്സ്പീരിയൻസ്, ഗോഡിനെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എനിക്ക് പ്രാർത്ഥനകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വല്ലാത്തൊരു മടുപ്പ് അനുഭവിക്കപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് പോലും ഇല്ല, ഞാൻ ഒരു ചാപ്പലിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒന്ന് വന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയും കുറച്ച് നേരത്തേക്ക് ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നെ വിട്ടുപോകുന്ന പോലെയും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എൻ്റെ തലയ്ക്കൊരു വെളിവ് കിട്ടി. അതായത് അന്ധമാകുന്ന ഒരു ബ്ലൈൻഡ്നെസ് ഉണ്ട് സിന്നിനൊക്കെ, നമ്മുടെ ടെംപ്റ്റേഷൻസിനൊക്കെ ഒരു ബ്ലൈൻഡ്നെസ് തരാൻ പറ്റും. നമുക്ക് ശരിക്കുള്ള കാര്യം കാണാൻ പറ്റില്ല. എന്താണോ നെഗറ്റിവിറ്റി പിശാച് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ നെഗറ്റീവ് സൈഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് തെറ്റാണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല, അതിൻ്റെ നന്മയായ വശം നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ചാപ്പലിൽ പോയിരുന്നപ്പോൾ, ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തിരുന്നപ്പോൾ കുറച്ച് നേരത്തേക്ക് എനിക്ക് ഇതൊക്കെ എന്നെ വിട്ടുപോകുന്ന പോലെ, ഞാൻ എൻ്റെ ചുറ്റുമുള്ള എന്തോ ഒന്ന് എന്നെ വിട്ടുപോകുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസിലേക്ക് വരികയും എൻ്റെ ഉള്ളിൽ കർത്താവ് പറയുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. നല്ല ഭാവിയുണ്ട്, നീ ഇങ്ങനത്തെ കാര്യങ്ങളിലെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊന്നും നിൻ്റെ തലയിൽ വരേണ്ടതല്ല, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ വേറെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് എൻ്റെ തോട്ട് പോകുന്നതായിട്ടും ഞാൻ കണ്ടു. അപ്പം ഞാൻ അത്ര നാളും ഞാൻ അങ്ങനെയൊക്കെ മാറ്റാൻ സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതായത് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന തോട്ടിൽ നിന്നും ഞാൻ മറ്റൊരു തോട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. പക്ഷേ ചാപ്പലിൽ പോയിരുന്നപ്പോൾ ആരോ എന്നെ സഹായിക്കുന്ന പോലെയും എൻ്റെ ഓട്ടോമാറ്റിക്കലി എൻ്റെ തോട്ട്സ് മാറുന്നതായിട്ടും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പം ഹാൻഡ് ഓഫ് മേഴ്സി തന്നെ സ്റ്റക്കായിപ്പോയി. ഇല്ല, ഞാൻ വീഡിയോസ് ചെയ്യാണ്ടായി. ഞാൻ ഇത്രയും ഗ്യാപ്പ് എടുക്കാറേ ഇല്ല. വീഡിയോസ് ചെയ്യാൻ പറ്റാതെയായി. എനിക്ക് സ്റ്റാറ്റസിൽ പോലും ദൈവത്തെക്കുറിച്ച് എഴുതാനോ പറയാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ ഞാനൊരു ഒരു ലൂപ്പിൽ പെട്ട പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പം അതിനെ മാറ്റം വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട്. പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെ ഓർക്കേണ്ടതുണ്ട്. കാരണം ഈ തിരക്കിട്ട ജീവിതമാകുമ്പോൾ മറ്റുള്ളവരെ പോലെ ഫ്രീ അല്ലാത്തത് കൊണ്ട് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ടെംപ്റ്റേഷൻസൊക്കെ എന്നെ മൂടിക്കളയും. ഏതൊരു സുവിശേഷകനും ഒരു വീഴ്ചയുടെ കാലഘട്ടം ഉണ്ടായിരിക്കും. അയാളെ വീഴ്ത്താൻ വേണ്ടി ഞാനിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ടെംപ്റ്റേഷൻസ് ഉണ്ടാകുന്നത്? ഞാൻ അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ നടന്നൊന്നും ആളുകളെ മനസ്സാന്തരപ്പെടുത്താനോ ഒന്നും അങ്ങനെ ഒരുപാടൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷേ യൂട്യൂബിലൂടെ ഒത്തിരി പേര് എന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി പേര് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ അപ്പുറത്തുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടാകും.
ടെംപ്റ്റേഷൻസിലൂടെയും നമ്മൾ വീണാൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് വീഴും അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കാം അങ്ങനെയുണ്ട്. ഞാൻ ഇനി മാത്രമൊന്നും, അതായത് ഇത്രയും എന്നെ പരീക്ഷിക്കാൻ മാത്രം ഞാൻ അത്ര വലിയ ആളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് അത്രയും എക്സ്പെക്റ്റും ചെയ്യുന്നില്ല. അതൊരു വലിയ പ്രശ്നം ആയിരിക്കില്ല ചിലപ്പോൾ കമ്പാരിറ്റീവില് നോക്കുമ്പോൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെ ഭയങ്കരമായിട്ട് തകർക്കാൻ സാധിക്കുന്ന ഒരു ടെംപ്റ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ മനുഷ്യൻ സ്നേഹത്തിന് പുറകെ പോകുന്നതും മനുഷ്യൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതും ഒന്നും തെറ്റല്ല. പക്ഷെ അതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങാൻ നമുക്ക് പറ്റണം. ദൈവം തരും, ദൈവം ഒരുക്കും. സ്നേഹം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഒറ്റപ്പെടുക എന്ന് പറയുന്നത് അതിലും വലിയ പ്രശ്നമാണ്. ഞാൻ ഭൂമിയിൽ വന്നത് സ്നേഹിക്കപ്പെടാനും കൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഡിസർവ് ലവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് നമുക്ക് ചുറ്റും നമുക്ക് തരേണ്ട മനുഷ്യന്മാർ തരാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതകളുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാനല്ല ഭൂമിയിൽ വന്നിരിക്കുന്നത്. ദൈവം നമ്മളെല്ലാ മനുഷ്യനും ഒരു കൂട്ട് വേണം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നമാണ്, അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാണ്, നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമാകുമ്പോൾ ആ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും നിങ്ങളുടെ മനസ്സിന് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടും. എനിക്കിത് എവിടെ നിന്നാ കിട്ടുക, എന്നെ ആരൊന്ന് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടും. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന കുറേ മനുഷ്യർ ചെന്ന് പെടുന്നത് മോശപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ സംഭവിച്ചതുപോലെ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കായിരിക്കും അവൻ സമ്പത്തും കൊണ്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അന്വേഷണം കൊണ്ട് നിങ്ങൾ തെറ്റായ ആളുകളിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അവരൊക്കെ ചിലപ്പോൾ നിങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നവരായിരിക്കാം, നിങ്ങളോട് തട്ടിപ്പ് നടത്തുന്നവരായിരിക്കും, നിങ്ങളോട് വിശ്വസ്തത. സ്നേഹത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, പണത്തിൻ്റെ കാര്യം മറ്റ് മെറ്റീരിയലിസ്റ്റിക്കിൻ്റെ കാര്യമല്ല, ഇമോഷൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ ചിലപ്പോൾ അവർക്ക് അത് ദൈവം തന്നെ തരുന്ന ബന്ധങ്ങളായിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അവർ നമ്മളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമ്മളെ പറ്റിക്കാം. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പിന്നെ പറ്റില്ല. അത് ഏത് തരത്തിലുള്ള പറ്റിക്കലായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാവില്ല. അതായത് നമ്മൾ വളരെ മെൻ്റലി അൺസ്റ്റേബിളായിട്ട് നിൽക്കുവാണ്. അപ്പം നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന ദുഃഖത്തിലും ഞാൻ ഒറ്റപ്പെട്ട ദുഃഖത്തിലും ഒക്കെ നിൽക്കുവാണ്. അപ്പം എൻ്റെ മൈൻഡ് വളരെ ലോവിലാണ് കിടക്കുന്നത്. അപ്പോഴാണ് എനിക്ക് അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ അന്വേഷിക്കുന്നു എന്ന് വിചാരിക്കാം, സപ്പോസ് ഒരു ഉദാഹരണത്തിന്. അപ്പം എന്നെ കണ്ടുമുട്ടുന്ന ആളുകളെ ഞാൻ അങ്ങ് ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണ്. അതല്ലാതെ ആ വ്യക്തികൾ എൻ്റെ നല്ല ഉദ്ദേശത്തോടു കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നവരാണോ, അവർക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ, അവർ ശരിക്കും എന്നെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ ഞാൻ അവരിൽ എൻ്റെ എനർജിയെ ഇൻവെസ്റ്റ് ചെയ്താൽ, എൻ്റെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്താൽ, എൻ്റെ പ്രതീക്ഷകളെ ഞാൻ അവരിൽ വെച്ചാൽ അവരെനിക്കത് തിരിച്ചു തരുമോ, അതോ അവർ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി, ഒരു നേരമ്പോക്കിന് വേണ്ടി എന്നോട് സംസാരിക്കുന്നതാണോ. ഇങ്ങനെ ഒരുപാട് ചതിക്കുഴികളും കെണികളും ഒക്കെ ഇത്തരത്തിലുള്ള സ്നേഹാന്വേഷണങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കാം. ഞാൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, സ്നേഹത്തെ അന്വേഷിച്ച് പോയ മനുഷ്യർ പിന്നീട് കാണാതായി പോയിട്ടുണ്ട്. അപ്പോൾ അത് മരണത്തിലേക്ക് പോയ മനുഷ്യരുണ്ട്, സ്നേഹം തോൽപ്പിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന പിന്നെ സ്നേഹം അന്വേഷിക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കാം. അങ്ങനെ പറ്റൂല. അത് മനുഷ്യൻ്റെ റിയാലിറ്റിയാണ്. അത് മനുഷ്യന്മാരങ്ങനെയാണ്. അത് അവർ നമ്മൾ ഇപ്പോൾ സ്നേഹിക്കപ്പെടാതെ ജീവിക്കാൻ വലിയ പാടാണ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ലോങ് ട്രാവലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരുന്നു. അപ്പം ഞാൻ എന്നെ എങ്ങനെ പെട്ടെന്ന് ആരും വിളിക്കുകയോ അല്ലെങ്കിൽ എന്താ എങ്ങനെയാ എന്നൊക്കെ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഒരാളെ പോലും സമ്പാദിക്കാൻ പറ്റാതിരുന്നത്. ലൈക്ക് നിങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മളെ കാര്യമായിട്ട് എടുക്കുന്ന ഒരാൾ പോലും നമുക്കില്ല എന്നുള്ളത് വളരെ വേദന നിറഞ്ഞൊരു അനുഭവമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓക്കെ. അത് അങ്ങനെ പറ്റത്തില്ല പെട്ടെന്ന്. സൈക്കോളജിക്കലി അതിന് സൊല്യൂഷൻ ഇല്ല. അവർ പറയാ നമ്മൾ സ്ട്രോങ് ആവുക, നമ്മൾ അവരെ വേണ്ട, നമുക്കൊരാൾ വേണ്ട എന്ന് നമ്മൾ അങ്ങോട്ട് വെക്കുക എന്നൊക്കെ ആയിരിക്കും പറയാം. അത് ചില മനുഷ്യന്മാർക്ക് പറ്റും. അത് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ്. ഞാനൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാകുമ്പോൾ എനിക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. എനിക്ക് അനുഭവങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പറയാം എനിക്കിനി ബന്ധം വേണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇനി ആ സുഹൃത്തിൻ്റെ പുറകെ പോകുന്നില്ല, അല്ലെങ്കിൽ അവൾ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചൊന്നും ഞാൻ ഇരിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരൊക്കെ സെൽഫ് സാക്രിഫൈസ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആരെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ച് കഴിയുമ്പോൾ, സുഹൃത്താണെങ്കിലും അത് ആരാണെങ്കിലും, പ്രായമുള്ള ആൾക്കാർ, അമ്മയുടെ പ്രായമുള്ളവരാകാം, സഹോദരങ്ങളുടെ പ്രായമുള്ളവരാകാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അവർക്കൊക്കെ വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇതിലായിരിക്കും നമ്മളൊക്കെ പോവുക. കാരണം നമുക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു ഭയങ്കര ഒരു കൊതിയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ അതിനു വേണ്ടി അവർ ചോദിക്കുന്നത് പണമാണെങ്കിലും മറ്റെന്ത്, നമ്മൾ ഓക്കെ ആ മനുഷ്യരെൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല, അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാം എന്നുള്ള മൈൻഡിലായിരിക്കും നിൽക്കുക. അതിന് ബോർഡർ സെറ്റ് ചെയ്ത് അതിനെ തടയണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാനസിക ബലം ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ദാഹിച്ച് നിൽക്കുന്ന മനുഷ്യരാകുമ്പോൾ നമ്മൾ ബലമില്ലാത്തവരാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ അതിനെ ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്ക് തെറ്റുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതയുടെ യാത്രയിൽ ഈശോ എന്നുള്ള ഒരാളെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനും ഇങ്ങനെ സ്നേഹാന്വേഷണങ്ങൾ എന്നിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പരാതി പറഞ്ഞു, എന്നെ വിളിക്കാൻ പോലെ ഒരാളില്ലല്ലോ എന്ന്. പക്ഷേ
ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കറിയാം അങ്ങനെയൊന്നും പോയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വേറൊരു അന്വേഷണങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളൊന്നും ശരിയാവില്ല എന്നുള്ളൊരു വെട്ടം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവം മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കും, ഞാൻ ഉറപ്പ് തരാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനുഷ്യരെ അയക്കും. അത് ഏത് റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ ദൈവം തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ എങ്ങനെയുള്ളവരാണെന്നൊക്കെ ദൈവം തീരുമാനിക്കട്ടെ. ആ മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ മനുഷ്യർ നിങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ വേർഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഇപ്പം എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട്, അവരോട് എൻ്റെ ഇതെല്ലാം എനിക്ക് പറയാം. എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രോബ്ലംസ് ഉണ്ട്, എൻ്റെ മൈൻഡ് സ്റ്റേബിൾ അല്ല, ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങൾ വേറൊരു മോശം ആളോടെ പറഞ്ഞെങ്കിൽ അതൊക്കെ നിങ്ങളെ ചൂഷണം ചെയ്യാൻ അവർ ഉപയോഗിക്കും. പക്ഷെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനുഷ്യന്മാരായിരിക്കും. ആ മനുഷ്യന്മാരോട് പറയുമ്പോൾ അവർ ഒരിക്കലും നിങ്ങളെ ചൂഷണം ചെയ്യുകയോ പറ്റിക്കുകയോ ചെയ്യില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനസ്സിന് സ്നേഹം, സാന്ത്വനം, കരുതൽ, വാലിഡേഷൻ ഇതെല്ലാം ആവശ്യമാണ്. ഇതൊന്നും ഒരു സിന്നല്ല. അത് മനസ്സിനെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ ജീവിതം അത് തരുന്നില്ല എന്ന് പറയുമ്പോൾ അത് സിന്നിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ അവിടെയുണ്ട്, സാധ്യത കൂടെ അവിടെയുണ്ട്. അതിനെ നമ്മൾ തടയണം. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു സ്നേഹദാഹവുമായിട്ട് നിങ്ങൾ ആദ്യം ദൈവത്തിലേക്ക് പോകണം. അപ്പോൾ ദൈവം ഒരു ഇൻവിസിബിൾ പേഴ്സൺ ആണ്. ദൈവത്തിന് നിങ്ങളുടെ തോളിൽ ഇങ്ങനെ തട്ടാനൊന്നും പറ്റുന്ന വരില്ല. അനുഭവങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, പക്ഷെ ഒരു പരിധി വരെ നിങ്ങൾ ആദ്യം പോകേണ്ട ദൈവത്തിലേക്ക് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് സ്നേഹിക്കപ്പെട്ട ശീലമില്ല, അതുകൊണ്ട് സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്നേഹിക്കുന്നതാണോ ഇത് പറ്റിക്കുന്നതാണോ എന്നും തിരിച്ചറിയാനുള്ള ചിലപ്പോൾ അറിവ് നിങ്ങൾക്കുണ്ടാവണമെന്നില്ല. സ്നേഹിക്കപ്പെടാത്ത മനുഷ്യർ അതിനുവേണ്ടിയുള്ള ദാഹത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ യേശുവിലേക്ക് പോകണം, ദൈവത്തിലേക്ക് പോകണം. ദൈവമേ, ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ, എന്നെക്കൊണ്ട് ചില കാര്യം പറ്റുന്നില്ല, ഞാൻ ഇമോഷണലി ഭയങ്കര വൾണറബിളാണ്, ഞാൻ ഭയങ്കര ഉറപ്പില്ലാത്ത ഒരാളാണ്, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, മനസ്സിനിങ്ങനെ തോന്നലുണ്ട്. അത് നിങ്ങളുടെ തെറ്റല്ല. അത് ഇപ്പോൾ ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള നീഡ്സ് ഇല്ലേ, നമുക്ക് വിശക്കുന്നില്ലേ, നമുക്ക് ദാഹിക്കുന്നില്ലേ, ദാഹിക്കുന്നത് പാപമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പോൾ സ്നേഹിക്കപ്പെടണം എന്നുള്ളതും പാവമല്ല. അങ്ങനെയുള്ളപ്പം ഞാൻ വഴിതെറ്റി പോവാതിരിക്കാൻ അത് ഏത് പ്രായക്കാരും പ്രാർത്ഥിക്കാം. 16 വയസ്സുള്ളവരും പ്രാർത്ഥിക്കാം, 40 വയസ്സുള്ളവർക്കും പ്രാർത്ഥിക്കാം, 30 വയസ്സുള്ളവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ വഴിതെറ്റി പോവാതിരിക്കാൻ, എൻ്റെ ഈ ദൈവാന്വേഷണങ്ങളിൽ ഇമോഷണൽ പക്വതയില്ലാതെ പാപത്തിലേക്ക് പോകാതിരിക്കാൻ, അത് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ ദൈവമേ എന്നെ തൊടണമേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ, വഴിതെറ്റി പോവാതിരിക്കാനുള്ള എന്നെ തടഞ്ഞു നിർത്തണമേ. ഞാൻ എത്ര ആഗ്രഹിച്ചാലും, ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എത്ര ആഗ്രഹിച്ചാലും നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്ക് തരരുതേ. അതിനുവേണ്ടി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആഗ്രഹിച്ചാലും അതെനിക്ക് തരരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം. എല്ലാ കാലത്തും കാര്യങ്ങൾ ഒരുപോലെയല്ല, കാര്യങ്ങൾ മാറും. ചിലപ്പോൾ 5 വർഷം എടുക്കും, ചിലപ്പോൾ 10 വർഷം എടുക്കും, കാര്യങ്ങൾ മാറും. തെറ്റായ വഴിയിലൂടെ പോയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും, പക്ഷെ അത് നിങ്ങൾ എവിടെയും കൊണ്ടെത്തിക്കില്ല. ശരിയായ വഴിയിലൂടെ പോകാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും, പക്ഷെ അത് പ്രോസ്പെരിറ്റിയുടെ, സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ വഴിയായിരിക്കും. അപ്പം ഞാനും കാത്തിരിക്കുകയാണ്, ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജെറമിയ പ്രവാചകനെ ബാബിലോൺ രാജ്യത്തിൽ നിന്നും കർത്താവ് മോചിപ്പിച്ചു എന്നുള്ളൊരു വചനഭാഗമാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. നിന്നെയും മോചിപ്പിക്കും, നിന്റെ സങ്കടങ്ങളുടെ കരയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ച് കാനാൻ ദേശം പോലുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും, സ്നേഹിക്കപ്പെടുന്ന, വിലമതിക്കപ്പെടുന്ന, നീയും ഒരു മനുഷ്യനാണെന്ന് അംഗീകരിക്കുന്ന, നിൻ്റെ വികാരങ്ങളെയും ഇമോഷൻസിനെയും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹത്തേക്ക് മാനിക്കുന്ന മനുഷ്യന്മാരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ അതിനകത്ത് വേറെ ഒരു മോറൽ പോലീസിംഗ് ഒന്നും നടത്തണ്ട. ദൈവം പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക, ദൈവത്തിൻ്റെ വഴിയിലൂടെ പോവുക. അതിനകത്ത് പിന്നെ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും അഗ്രിമെൻ്റൊക്കെ അഗ്രി ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോൾ അതിനോട് സഹകരിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കേണ്ട ഒരു ലോങ് വീഡിയോ ആയിരുന്നു. നിങ്ങൾ കുറച്ചായിട്ട് കാണുക. ഇത് മനുഷ്യൻ്റെ സ്നേഹാന്വേഷണങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, മതത്തിനും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം മതം എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൽ പോലും, സന്യാസം സ്വീകരിക്കുന്ന മനുഷ്യർ പോലും അക്സെപ്റ്റൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്, വാലിഡേഷൻ പ്രതീക്ഷിക്കുന്നു, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് സിന്നാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സന്യാസം സ്വീകരിച്ച ജീവിതം പൂർണ്ണമായും ദൈവത്തിലേക്ക് കൊടുത്ത മനുഷ്യന്മാർക്ക് പോലും സ്നേഹം വേണമെങ്കിൽ മനുഷ്യരായ ദൈനംദിനം പച്ചയായ കാര്യങ്ങളോട് നേരിടുന്ന സാധാരണ മനുഷ്യന് ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത, അവിടെ 12 വർഷത്തെ ട്രെയിനിങ്ങാണ് കിട്ടുന്നത്, നമുക്ക് ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത മനുഷ്യന്മാർ പലതും ആഗ്രഹിക്കുന്നതിന് എങ്ങനെ നമുക്ക് പാപമെന്ന് പറയാൻ പറ്റും? അത് പാപമല്ല, പക്ഷെ അത് പാപത്തിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെയും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടും ആരെയും കരയിപ്പിച്ചുകൊണ്ടും നമ്മളൊരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോകരുത്. നിനക്ക് വേണ്ടത് ദൈവം നിന്റെ മുമ്പിൽ വെച്ച് തരും. നീ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.